അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഷിഖ് കപൂറിന്റെ ഡയറക്ഷനിൽ ശ്യാം പുഷ്കരൻ, ദിനേശ് കരുണാകരൻ, സുഹാസ് എന്നിവർ തിരക്കഥ നിർവഹിച്ചുകൊണ്ട് വിജയരാഘവൻ, ദിനേശ് പോത്തൻ, അനുരാഗ് കശ്യപ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ഡാർക്ക് കോമഡി മൂവിയാണ് റൈഫിൾ ക്ലബ്. മാംഗ്ലൂരിലും കണ്ണൂരിലും പാരലലായി നടക്കുന്ന രണ്ട് ഇൻസിഡന്റും ആ ഇൻസിഡന്റ് സംബന്ധമായ ആൾക്കാരും വെസ്റ്റേൺ ഗട്ടിലേക്കും റൈഫിൾ ക്ലബിലേക്കും എത്തുന്നതും അവിടെയുള്ള ആൾക്കാരുമായി കണ്ടുമുട്ടുന്നതും അതിനുശേഷം അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈനായിട്ട് വരുന്നത്. സിനിമയിലെ തുടക്കത്തിലെ കുറച്ച് ക്യാരക്ടറൈസേഷനും അവരുടെ കാരിക്കേച്ചർ സ്വഭാവങ്ങളും എല്ലാം എന്നിലെ പ്രേക്ഷകന് തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും പിന്നീട് സിനിമയുമായി കോപ്പപ്പ് ആവുന്നതോടെ എനിക്ക് അവയെല്ലാം വളരെ എൻജോയ് ചെയ്ത് കാണാൻ സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്റർവെല്ലിനോടടുത്ത് സിനിമ ഒരു ഹൈ മൊമെന്റിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയും നൽകിയിട്ടുണ്ടായിരുന്നു. ഡാർക്ക് കോമഡി ലൗഡ് സോണിൽ പോയിരുന്ന ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സിനിമ കുറച്ചുകൂടി ആക്ഷൻ സോണിലേക്ക് മാറുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അവയിലെല്ലാം ഫയറിംഗ് സീൻസും അവയെല്ലാം ഷൂട്ട് ചെയ്ത സീൻസും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നായിക, നായകൻ, വില്ലൻ സങ്കല്പം മാറി നായകന്മാരുടെയും നായികമാരുടെയും ഒരു കഥാപാത്ര കൂട്ടായ്മയാണ് ഈ സിനിമയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വില്ലനായി വന്ന അനുരാഗ് കശ്യപ് ചെയ്ത ദയാനന്ദ് ഭാര്യയുടെ ക്യാരക്ടറൈസേഷൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം അത് വളരെയധികം എൻജോയ് ചെയ്ത് തന്നെ ചെയ്തതായി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തന്റെ വാക്കിങ്ങിലും ആറ്റിറ്റ്യൂഡിലും എല്ലാം ഒരു സ്വാഗും വളരെയധികം ഓറയും ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് ഹനുമാൻ കയറ്റും തനിക്ക് കിട്ടിയ ടൈം ലിമിറ്റിൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ജീവനായിട്ടുള്ള പെർഫോമൻസുകളെല്ലാം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് വിജയരാഘവൻ, ദിനേശ് പോത്തൻ, വാണി വിശ്വനാഥ്, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, ഉണ്ണിമായ പ്രസാദ്, വിഷ്ണു അഗസ്ത്യ, സെന്ന ഹെഗ്ഡെ, റംസാൻ മുഹമ്മദ് എന്നിവർ തന്നെയായിരുന്നു. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡയറക്ടർ കൂടെയായ ആഷിഖ് കപൂർ തന്നെയാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ നൽകിയിട്ടുള്ള കളർ ടോണും അവയെല്ലാം ഒപ്പിവെച്ചിട്ടുള്ള രീതിയും എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ അനുഭവപ്പെട്ടു. അതോടൊപ്പം ബി സാജന്റെ എഡിറ്റിങ്ങും റെക്സ് വിജയന്റെ വിന്റേജ് ലുക്ക് തോന്നിക്കുന്ന സോങ്സും ബിജിഎംസും എല്ലാം സിനിമയുടെ മൂഡിനെ വളരെയധികം സഹായിക്കുന്ന രീതിയിലായിരുന്നു സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കൺക്ലൂഷൻ, തിന്നായ ഒരു സ്റ്റോറി ലൈൻ നിന്നുകൊണ്ട് തന്നെ മേക്കിങ്ങിൽ ഫോക്കസ് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഔട്ട്പുട്ട് നൽകാനാണ് ഡയറക്ടർ ആഷിഖ് കപൂർ റൈഫിൾ ക്ലബിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ ശ്രമത്തിൽ അദ്ദേഹം 100% വിജയിച്ചു എന്ന് തന്നെയാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അവയെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.